സംഘപരിവാറിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന ബീഹാർ മോഡലിനെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കപിൽ സിബൽ. വോട്ടർ പട്ടിക തീവ്രപരിശോധനയെന്ന് പറഞ്ഞ് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ. ഞങ്ങൾ പൗരന്മാരാണോ അല്ലയോ എന്ന് പറയാൻ കമ്മീഷൻ ആരാണ്? ഒരിക്കൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു വോട്ടറെ പുറത്താക്കാൻ അധികാരമില്ല. പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത വോട്ടർമാരിലല്ല, മറിച്ച് ഒരു വോട്ടർ ഇന്ത്യൻ പൗരനില്ലെന്ന് കാണിക്കാവുന്ന വല്ലതും കമ്മീഷന്റെ പക്കലുണ്ടെങ്കിൽ അവരാണത് കാണിക്കേണ്ടത്. അല്ലാതെ ഒരാൾക്ക് വോട്ടിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ കമ്മീഷൻ അധികാരമില്ലെന്നും കപിൽ സിബൽ. പൗരത്വം ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഇതെന്ന് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി. ഒരു വോട്ടറുടെ വോട്ടവകാശം ഇല്ലാതായാൽ പോലും അത് ജനാധിപത്യത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയും പ്രതികൂലമായി ബാധിക്കും. 2003 വോട്ടർ പട്ടിക ഈ പ്രക്രിയക്ക് അടിസ്ഥാനമാക്കുന്നതിലൂടെ അതിനുശേഷം ബീഹാറിൽ നടന്ന 10 തെരഞ്ഞെടുപ്പുകൾ തെറ്റായ പട്ടിക വെച്ചാണ് നടത്തിയതെന്ന് പറയേണ്ടി വരുമെന്നും സിംഗ്വി ഓർമ്മിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ രാജ്യമൊട്ടുക്കുമുള്ള വോട്ടർമാർ അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണമെന്നും അതാണ് ബീഹാറിൽ തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ബീഹാർ വോട്ട് ബന്ദിക്കെതിരായ ഹർജികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ അവകാശമില്ലെന്ന് കോടതിയെ ധരിപ്പിച്ചു. വിഷയത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജികൾ ഈ മാസം 28 മാറ്റി. രാജ്യമൊട്ടുക്കും ഈ പ്രക്രിയ നടപ്പാക്കാനായി ഒരു പുതിയ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സുധാൻഷു ദുലിയ വ്യക്തമാക്കി. ഒരാൾക്ക് ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ താമസിക്കുന്നതെന്ന് അവിടെ മാത്രമേ ഇനി വോട്ട് അനുവദിക്കുകയുള്ളൂ. തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണമെങ്കിൽ അതിനായി ഒരു അപേക്ഷാ ഫോറം നൽകണം. അത് പൂരിപ്പിച്ച് ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖ അതിനോടൊപ്പം സമർപ്പിക്കണം. അതിന് 11 രേഖകളുടെ സൂചനാ പട്ടികയാണ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത്. സ്വാഭാവിക നീതിയുടെ എല്ലാ തത്വങ്ങളും പാലിച്ചായിരിക്കും കമ്മീഷന്റെ നടപടിയെന്നും വോട്ടർ പട്ടിക സംശുദ്ധമാക്കാനുള്ള നടപടിയാണ് നടക്കുന്നതെന്നും ദ്വിവേദി കൂട്ടിച്ചേർത്തു. ദേശീയ പ്രക്രിയയെങ്കിൽ ബീഹാറിൽ എന്തിനിത് തുടങ്ങി എന്ന ചോദ്യം പ്രസക്തമാണ്. വോട്ടർമാരുടെ പൗരത്വ പരിശോധന രാജ്യമൊട്ടുക്കും കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു സ്വതന്ത്ര പ്രക്രിയയാണെങ്കിൽ പിന്നെ ബീഹാറിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി അതിനെ ബന്ധിപ്പിക്കുന്ന എന്തിനാണെന്ന് ജസ്റ്റിസ് സുധാൻഷു ദുലിയ ചോദിച്ചു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണ നിയന്ത്രണവും മേൽനോട്ടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പട്ടിക നിരന്തരം പുതുക്കേണ്ടി വരും. 18 വയസ്സുള്ള പൗരനാണ് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിക്കേണ്ടി വരുമെന്നും ദ്വിവേദി ബോധിപ്പിച്ചു. കമ്മീഷനുള്ള അധികാരം മാത്രമല്ല, ബീഹാറിൽ അതിനായി കൈക്കൊണ്ട നടപടിക്രമവും തെരഞ്ഞെടുപ്പ് സമയവും ഹർജിക്കാരൻ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റിസ് സുധാൻഷു ദുലിയ ഇതിനോട് പ്രതികരിച്ചു. ഇത് പൗരത്വ കണക്കെടുപ്പിന്റെ മുന്നോടിയാണെന്ന് വ്യക്തം. നാട്ടിൽ ജീവിക്കാൻ അനുവാദമുണ്ടെങ്കിലും സമ്മതിദാന അവകാശം എന്ന പൗരാവകാശം നിഷേധിക്കപ്പെടുന്ന 2ാം കിട പൗരന്മാരാക്കുന്ന പ്രക്രിയ ഇത് ജനാധിപത്യവാദികൾക്ക് അംഗീകരിക്കാനാവില്ല.